എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമാണ്, വളരെ കുറച്ച് സമയം. ഇതിനപ്പുറം ഞാൻ എന്താ ചെയ്യേണ്ടേ അറിയാമോ? ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ജീവിതത്തിൻ്റെ ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്, അതിൻ്റെ ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടാണോ നമ്മൾ ശരിക്കും ജീവിക്കേണ്ടത്? അവിടാണോ? അവിടെയാ ജീവിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ആ യുഗായുഗങ്ങൾ അന്ത്യമില്ലാത്ത കാലത്തോളം ജീവിക്കുവാൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ലൈഫ്, ഒരു ചെറിയ ലഘുവായ സമയം നമ്മൾ ഭൂമിയിൽ ഒരുക്കപ്പെടുകയാണ്. എല്ലാവരും ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ അങ്ങ് ജീവിക്കാൻ ശ്രമിക്കുവാണ്. തെറ്റിപ്പോയി. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള പീരീഡ് എന്ന് പറയുന്നത് ആ വരാൻ പോകുന്ന കാലത്തേക്കുള്ള ഒരുക്ക നാളുകളാണ്. ഹല്ലേലൂയ. നമ്മളൊരു വിവാഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങും അല്ലേ? ഡ്രസ്സ് വാങ്ങണം, ഓർണമെൻറ്റ്സ് മേടിക്കണം, സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം, ഹോൾ ബുക്ക് ചെയ്യണം, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരു വിവാഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അതിനെയാണ് നമ്മൾ ഈ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത്. ഒരു യുദ്ധം നടക്കുവാണെങ്കിൽ അറിയാം, നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുവാണ്, അതിന് സൈനികരെല്ലാം വിന്യസിക്കണം, ഡ്രോണുകൾ വെച്ച് നിരീക്ഷിക്കണം, ക്യാമറകൾ വെച്ചിട്ട് എവിടെ കൂടെയാണ് ഈ മിസൈൽ വരുന്നത് അപ്പോൾ അടിച്ച് തള്ളിയിടാനായിട്ട് സൈനികർ ഇരിക്കണം അല്ലേ? ഇതിന് പ്രത്യേകം ട്രെയിൻ ചെയ്ത സൈന്യങ്ങളെല്ലാം വേണം. അതിനും ഒരു മുന്നൊരുക്കമുണ്ട്. അതുപോലെ നിത്യത എന്നുള്ള ഒരു ജീവിതത്തിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ എറ്റേണിറ്റിയിലേക്ക്, ദൈവവുമായിട്ടുള്ള നിത്യവാസത്തിനു വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു സ്ഥലമാണ് എർത്ത്, അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരുക്കാനായിട്ട് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും പാസ്റ്റേഴ്സിനെയും ഇവാഞ്ചലിസ്റ്റിനെയും ടീച്ചേഴ്സിനെയും അനുവദിച്ചിട്ടുണ്ട്. എന്തിനാണ്? തൻ്റെ മണവാട്ടി സഭയെ ഒരുക്കുവാനായിട്ട്. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോകുന്ന പക്ഷം നമ്മൾ പോകേണ്ട ഒരിടമുണ്ട്, അതാണ് നിത്യത. അവിടെ പോയിട്ട് നമുക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവിടെയും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ജീവിതത്തിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ യോഗ്യയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സ്ഥലമാണ് ഭൂമി. ഇവിടെ നമ്മൾ തോറ്റു കൊടുക്കാതെ, പിശാചിൻ്റെ മുമ്പേ വഴങ്ങി കൊടുക്കാതെ, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് അവനെ തോൽപ്പിച്ച് ഓരോ പടവുകൾ ചവിട്ടി ഞാൻ നിത്യതയ്ക്ക് യോഗ്യനാണ് എന്ന് കാണിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിസാരമായിട്ട് ഇവിടുത്തെ ജീവിതത്തെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇതാണ് എൻ്റെ വിധി, അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനി നിർണയിക്കുന്നത്. ശരിയാണോ? എന്നാൽ ഏറെ പേർക്കും ഈ ബോധ്യമില്ല. ഇവിടെ ജനിച്ചു, എന്തിനോ ജനിക്കുന്നു, എന്തിനോ വളരുന്നു, എന്തിനോ ജീവിക്കുന്നു, അതിൻ്റെ അവസാനം എന്ത് എന്ന് നമുക്കറിയുന്നില്ല. കേവലം പക്ഷികളെയും മൃഗങ്ങളെ പോലെ അല്ല നമ്മൾ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. ചിന്താശേഷിയുള്ളവരാണ്. ദൈവത്തെ പോലെ ചിന്തിക്കുവാനും ദൈവത്തെ പോലെ പ്രവർത്തിക്കുവാനും ഒക്കെ കഴിവുള്ളവരാണ് നമ്മൾ. പക്ഷെ ആ ഒരു ശേഷിയൊന്നും നമ്മളാരും ഉപയോഗിക്കുന്നൊന്നുമില്ല. വരണ്ടേ? അങ്ങോട്ട് വരണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് നമ്മൾ വചനം പഠിച്ച് ഈ നാളുകളിൽ ശക്തിപ്പെടുന്നത്. കർത്താവ് വരുമ്പോൾ പോകണം, അത് നല്ല കാര്യമാണ്, നമുക്ക് പോയേ മതിയാവും. പക്ഷെ അതിനു മുമ്പേ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തേ മതിയാകും. അതിനുള്ള ശക്തിയും ബലവും എല്ലാം നമുക്ക് വേണം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ്. ആത്മാവിൽ നിങ്ങളൊന്ന് ബലപ്പെടണം, എങ്കിലേ ജഡത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? അപ്പോൾ ഇന്നലെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 16 നിന്ന് കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇന്നലെ എല്ലാവരും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി കൂടുതലാണ്. ശനിയാഴ്ചയും അത് തന്നെ പറയണം, ഞായറാഴ്ച പിന്നെയും പറയണം. എന്തുകൊണ്ടാണ്? ആളില്ല. ശനിയാഴ്ച സിസ്റ്റർ യൂട്യൂബിലൂടെ കാണുന്നവരുണ്ട്, കണ്ടു കാണുമായിരിക്കും. അല്ലാത്തവർക്ക് പിന്നെയും ഞാൻ പറയേണ്ടി വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് വീണ്ടും അവിടെ തന്നെ എന്നെ വീണ്ടും നിർത്തി. നീ അവരോട് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി ആഴത്തിൽ പറഞ്ഞു കൊടുക്കണം എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടതുകൊണ്ട് വീണ്ടും ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ 16 തന്നെ നിൽക്കുവാണ്. ഞാനതിൽ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത് എത്ര പേര് ഓർക്കുന്നുണ്ട്? അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായത്തിൽ ഓർമ്മയുണ്ടോ? നമ്മൾ വചനം കേൾക്കുമ്പോൾ വായിക്കാൻ അറിയാവുന്നവർ 16 അധ്യായമാണ് നമ്മളിന്ന് പഠിക്കുന്നെങ്കിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് 16 അധ്യായം വായിക്കണം. അതങ്ങനെ തന്നെ ആണോ, അതിലങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം.
പരിശോധിക്കണം, പഠിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഓർമ്മയിരിക്കും. സ്കൂളിലെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ പിറ്റേ ദിവസം അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, പഠിച്ചോ എന്നറിയാനാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവന്മാരൊന്നും പഠിക്കത്തില്ല, ബുക്ക് കൊണ്ട് അടച്ചു വയ്ക്കും. അങ്ങനെയാണല്ലോ, ആര് പറഞ്ഞാലും പഠിക്കില്ല. അപ്പോൾ നമ്മളെല്ലാം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും പഠിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്താലേ നമ്മുടെ മനസ്സിലത് നിൽക്കത്തുള്ളൂ. ഒറ്റ ദിവസം വായിച്ച് എല്ലാം പിടി കിട്ടും, എന്നാൽ പിന്നെ നമ്മൾ സയൻറ്റിസ്റ്റ് ആയാലേ ഇതിനകം വെച്ച്, അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് വായിച്ചായിരിക്കും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അനാട്ടമിയും ഫിസിയോളജിയും, പഠിച്ചോ. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ നല്ല കാര്യമായി പോയി. പഠിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പല നാൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലേ നമ്മുടെ മെമ്മറിക്കകത്ത് ഇത് കയറത്തുള്ളൂ. നമ്മുടെ തലയിൽ കയറിയാൽ മാത്രം പോരാ, വചനമാകുമ്പോൾ നമ്മുടെ ആത്മാവിൽ കയറും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഹെഡ് നോളജ് ആയ പോരാ, വചനം ആത്മാവിൻ്റെ ഭാഗമാവണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താലേ അത് നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം. നിങ്ങൾ ബൈബിൾ പഠിക്കാനായി ശ്രമിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത തടസ്സങ്ങൾ വരും. പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ അതുവരെ ഇല്ലാത്ത തടസ്സം അന്ന് വരും. എന്താ അങ്ങനെ പറ്റുന്നത്? നിങ്ങൾ ബൈബിൾ വായിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചർച്ചിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് പോലും നമ്മളെ ഉറക്കിക്കളയും. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? ക്ഷീണം കൊണ്ടുവരും, ഉറക്കം കൊണ്ടുവരും. സിസ്റ്റർ പറയാറുണ്ടല്ലേ, പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴേ കുഴപ്പം, വേറെ എന്തെങ്കിലും ചെയ്താൽ ഒരു കുഴപ്പമില്ല, അല്ലേ? ഉറക്കം വരില്ല. ഞാൻ പറയുന്നില്ല സിസ്റ്റർ തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണ്, പിശാചിന് നമ്മൾ ദൈവവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവവചനം പഠിക്കുന്നതും ഇഷ്ടമല്ല. യേശു എന്നോട് എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ പറയാറുണ്ട്, നീ എൻ്റെ സന്നിധിയിലിരുന്ന് വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം എഴുതുക. ഹല്ലേലൂയ. എന്തൊക്കെ ചെയ്യണം? വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം എഴുതണം. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം, പിന്നെ സ്റ്റഡി ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് എത്ര നല്ല കൂട്ടുകാരനാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് എന്ത് നീ ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളാണ്. ഹല്ലേലൂയ. അപ്പോൾ വചനം ചില സാഹചര്യങ്ങളിൽ നമുക്ക് എഴുതിയാലേ ഓർമ്മയിരിക്കത്തുള്ളൂ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ വായിച്ചാലേ ഓർമ്മയിരിക്കത്തുള്ളൂ. ചിലപ്പോൾ അത് പഠിക്കുക തന്നെ വേണം. വായിച്ചാൽ മാത്രം പോരാ, നമ്മളതിനെ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച്, എന്നാൽ ഇന്ന് ഇത്തിരി നേരം ഒന്ന് ബൈബിള് ബൈബിളൊന്ന് വായിക്കാൻ നേരത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോയി ബൈബിള് വായിക്കാൻ അങ്ങോട്ടിരുന്നു. 2-3 സെൻറ്റൻസ് വായിക്കുമ്പോൾ എൻ്റെ തല താഴെയാണ് ഇരിക്കുന്നത്. നേരത്തെ തല മുകളിലാണ് ഇരുന്നത്, ഇപ്പോൾ തല നേരെ താഴെ വന്നു, അല്ലേ? അതുപോലെ ക്ഷീണം വരുവാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാനിവിടെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാക്ഷ്യം. ഞാനിങ്ങനെ ബൈബിൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, രാത്രി സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇരിക്കുമ്പോഴും, ഇവൻ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റിരിക്കാന്ന് വെച്ചാലും എനിക്ക് പിന്നെ ഉറക്കം ഭയങ്കരമായിട്ട് ഉറക്കം വന്നുകൊണ്ടിരിക്കും. ഞാൻ എന്നാ ഓർക്കും, എന്തായാലും ഉറക്കം വരില്ല, ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ബൈബിൾ വായിക്കാം. അങ്ങനെ അങ്ങ് ഇരുന്ന് ഉറങ്ങും. പിന്നെ അന്ന് വായിച്ചതുപോലെ തന്നെ പറ്റൂലല്ലേ? അത് തന്നെ പറ്റൂല, അന്ന് പിന്നെ പറ്റില്ല. അടുത്ത ദിവസവും ഇത് തന്നെ. പിന്നെയും പ്രാർത്ഥിക്കാനായിട്ട് പോയി പായലിരിക്കുന്നു. കാരണം കസേരയിൽ ഇരുന്നാൽ പ്രശ്നമാണല്ലോ, ഉറങ്ങിപ്പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിലത്തിരിക്കുന്നത്. നിലത്തിലെങ്കിലും ഇരുന്നാൽ നേരെ ഉണർന്നിരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് അന്നേരവും ഇത് തന്നെ. പിന്നെ ഉറക്കം. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കഴുത്തിൻ്റെ ഒരു സൈഡൊക്കെ ഒരു വേദന. കാരണം ഏതോ വാക്കിനാണ് ഈ ഉറങ്ങിപ്പോകുന്നത് നമുക്ക് അറിയുന്നില്ല. ഒരിക്കൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ചുമരിനോട് ചാരി ഞാൻ ഇങ്ങനെ ഉറക്കത്തിലോട്ട് പോവുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, നിന്നെ ഞാൻ ഉറക്കി. ദൈവം എന്നെ ഉറക്കത്തില്ലല്ലോ, അല്ലേ? എന്നിട്ട് എന്നൊരു ചിരി. ഇത് കേട്ട് ഞാൻ ചാടിയെ എഴുന്നേറ്റ്. ഇത് ആരാ? ഞാൻ ഉറങ്ങുന്നതെന്നാണ് എൻ്റെ വിചാരം. മനസ്സിലാവുന്നുണ്ട്? ഞാൻ അറിയാതെ ഉറങ്ങിപ്പോകുന്നു എൻ്റെ ക്ഷീണം കൊണ്ടെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആരോ എന്നെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പിശാചിന് കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷേ അന്നത്തോടെ എനിക്ക് മനസ്സിലായി,
അത് അവന് പോസിബിളാണ്. ക്ഷീണം കൊണ്ടുവരും. കണ്ണിൽ പെട്ടെന്നൊരു ഭാരം വന്ന് നിറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അത് പിശാചിൻ്റെ അറ്റാക്കാണ്. പെട്ടെന്ന് കണ്ണിലൊരു ഭാരം വരിക, തലയുടെ മേളിലോട്ട് ഒരു വെയിറ്റ് എടുത്ത് വെച്ച കണക്കൊരു ഫീലിംഗ് വരുവാണ്. തലയുടെ മുകൾ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഒരു ഭാരം, കണ്ണ് കഴപ്പ്, കണ്ണിൽ വല്ലാത്തൊരു, അതാണ് കിഴപ്പോരിന് എങ്ങനെയാണ് ഭാരം കൊണ്ട് കണ്ണ് തുറന്നു വയ്ക്കാൻ പറ്റാത്തപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അത് അടഞ്ഞു പോവും, നമ്മുടെ കണ്ണ് അടഞ്ഞു പോകുന്ന പോലെ തോന്നുക. അപ്പോൾ ആൻറ്റിയോട് ചോദിച്ച ആൻറ്റി പറയും യേശുവിൻ്റെ നാമം പറയാൻ ചിലപ്പോൾ പിശാച് സമ്മതിക്കില്ല, അല്ലേ? ശരിയല്ലേ? അല്ലേ? ആണോ? യേശുവേ 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 എന്ന് പറയുമ്പോൾ അവൻ വാടച്ചു വയ്ക്കും. നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന ഇത് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന്? നമ്മളിതിനെ വെറുതെ ഒരു ലഘുവായിട്ട് കാര്യം കാണാനായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഇത്രയും നാളത്തെ ആത്മീക ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഉറക്കത്തിൽ എഴുന്നേറ്റ് ഒന്ന് പറയുന്നതാണെന്ന് ഞാൻ വിചാരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? അപ്പോൾ യേശുവേ എന്ന നാമം നിങ്ങൾ ഒരു 10 പ്രാവശ്യം വിളിച്ചാൽ നിങ്ങൾ ശക്തിപ്പെടും. പക്ഷേ ഇതുപോലും വിളിക്കാനായിട്ട് അനുവദിക്കില്ല. ഇപ്പോൾ ഡെലിവറൻസിന്റെ സമയത്ത് ഒരു പൈശാചിക ശക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ യേശുവിൻ്റെ നാമം പറയാൻ അനുവദിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പറയാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ബൈബിൾ വായിക്കാനും പഠിക്കാനും അവൻ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ലല്ലേ? ഒത്തിരി പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അനേകർ ശരിക്കും മർമ്മപ്രധാനമായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ എൻകൗണ്ടറുകൾ സംഭവിക്കുന്ന ആ സമയത്ത് ഉറങ്ങിപ്പോകും. ശരിക്കും ഒരു അഭിഷേകം കിട്ടാനായിട്ട് ആ തലം തുറന്നു വരുന്ന സമയത്ത് പിശാച് ഉറക്കിക്കളയും. എന്നാൽ നമ്മളൊരു മൂവി കണ്ടുകൊണ്ട് തിയേറ്ററിനകത്ത് ഇരുന്നാലോ സിനിമ കണ്ടുകൊണ്ട് വീട്ടിൽ ഇരുന്നാലോ നമുക്ക് ഉറക്കം വരില്ല. ഞാനീ പറയുന്ന എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ട്? ഞാൻ ഈ പറയുന്ന ഐഡിയ. അപ്പോൾ നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നാൽ, സീരിയൽ കണ്ടുകൊണ്ടിരുന്നാൽ, മൂവി പ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ, ഗെയിംസ് കണ്ടുകൊണ്ടിരുന്നാൽ, കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഉറക്കം വരുന്നില്ല. അതേ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അവിടാണ് നിങ്ങൾ ഇത് അറിയേണ്ടത്, നിങ്ങൾ ഉണരേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും വരാത്ത ആൾക്കാർ ആ സമയത്ത് കയറി വരും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ഉപവസിക്കുന്ന ദിവസം. ഇത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അവിടെ ചർച്ചിൽ എന്തോ പരിപാടികൾ നടക്കുവാണ്, അതാണ് അവർ ഈ പാട്ടെല്ലാം ഇട്ടിരിക്കുന്നത്. പോട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറയുന്ന കേൾക്കാമല്ലോ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങൾ. അതുവരെ വരാത്ത ആൾക്കാർ അന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളിരുന്നാൽ അതുവരെ ഉണ്ടാകാത്ത പ്രശ്നം ബസ് കയറി വരും നിങ്ങളുടെ വീട്ടിൽ. കൃത്യ ലക്ഷ്യം തെറ്റാതെ വരും. ശരിയാണോ? ആൻറ്റി പറയുന്നത് ശരിയാണോ? അതുപോലെ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. കാരണം എന്താണ്? പിശാച് എന്ന് പറയുന്നത് തോറ്റു കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവനാണ്. അവൻ തോറ്റവനാണെങ്കിലും അവൻ ജയിക്കാനായിട്ട് അവൻ്റെ ബലം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു മണ്ടനാണ് എന്ന് ഞാൻ പറയും. അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വിധി എന്ന് പറയുന്നത് എന്താണ്? നിത്യ നരകമാണ്. കംപ്ലീറ്റ് ആയിട്ടും അവൻ്റെ എല്ലാ പരിപാടികളും തോൽക്കുമെന്നും അവൻ അറിയാമെങ്കിലും അവൻ ശ്രമിക്കുന്നതിൽ പരാജയപ്പെടില്ല. ഞാൻ ഈ പറയുന്ന മനസ്സിലായോ? പിശാചൊരു സംഭവമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവനൊരു പൊട്ടനാണെന്നും മണ്ടനാണെന്നും എൻ്റെ മോൾ ഇടയ്ക്ക് പറയാറുണ്ട്. അവൻ അങ്ങനെയാണ്. എന്തിനാണ് ഈ മണ്ടൻ വീണ്ടും വീണ്ടും അല്ലേ തോക്കുമെന്നറിയാം. ഓരോരുത്തരുടെ ശരീരത്തിൽ കയറി ഇരുന്നിട്ട് ഇവൻ ഇങ്ങനെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ഒടുവിൽ വിട്ടുപോയേ പറ്റുമെന്ന് ഇവൻ അറിയാമെങ്കിൽ ഇവൻ എന്തിനത് ചെയ്യുന്നു? ഒരു സഹോദരിക്ക് ഡെലിവറൻസ് കൊടുക്കുവാണ്. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ എന്തോ എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് ഒരു പ്രാർത്ഥന വേണം. എന്താ കുഴപ്പമെന്ന് മനസ്സിലാകുന്നില്ല, എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സഹോദരി ചെയ്യുന്നത്? ഞാൻ ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പം ചെയ്യുന്നില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? പാസ്റ്റർ ആയതോ ചർച്ചിലെ പാസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡ് പാസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കില്ലേ? എന്താ നിങ്ങൾക്ക് അത്രയും പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താണ്? സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നില്ല? നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നില്ല? എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. വീഡിയോ കോൾ ചെയ്യുവാണ്. അപ്പോൾ ആ സഹോദരിയെ ഞാൻ കണ്ടതും പൈശാചിക ശക്തി അതിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ തെളിവ് എനിക്ക് കിട്ടും.
ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, എനിക്ക് മനസ്സിലായി അതിനകത്ത് പൈശാചിക ശക്തി ഉണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് ശാസിക്കണം. സിസ്റ്ററെ എനിക്ക് ശാസിക്കാൻ അറിയത്തില്ല. പിന്നെ പിന്നെ എന്താ അറിയുന്നുള്ളത്? ശാസിക്കാനായിട്ട് അറിയത്തില്ല. ഇത് അറിയത്തില്ലാത്ത പ്രശ്നമല്ല, ശാസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ശാസിക്കാൻ പറ്റത്തില്ല. അതിനെതിരായിട്ടാണ് ഈ പൈശാചിക മണ്ഡലം എപ്പോഴും പ്രവർത്തിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ പിശാചേ എന്ന് പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശാസിച്ചു, യേശുവിൻ്റെ നാമത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. ഒന്നൂര് അനക്കവും. ഞാൻ പറഞ്ഞു, ഒളിച്ചിരിക്കണ്ട, നീ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഹൂന്ന് പറഞ്ഞ് ഇത് പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ സാധനം. ഞാൻ പറഞ്ഞു, വിട്ടുപോകാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ പോകത്തില്ല ഇത് പറയാൻ തുടങ്ങി. ഞാൻ പോകത്തില്ല. എന്താ നീ പോകത്തത്? നല്ല സുഖമാണ് ഇതിനകത്തിരിക്കാൻ, നല്ല സുഖം. ഞാനങ്ങ് ഇരുന്ന്, ഞാൻ ചോദിച്ചു, നീ ഇരുന്നങ്ങ് രസം പിടിച്ചോ? പിന്നെ രസം പിടിച്ചു. ഇതിനു മുമ്പ് ഞാൻ വേറൊരിടത്താണ് ഇരുന്നത്, അവിടെ അത്ര സുഖമില്ല. അതെന്താ? അവർ പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നിട്ട് അത്ര ഒരു സുഖം വന്നില്ല. നോക്കിയപ്പോൾ ഇതാണ്ട് നല്ലൊരു ഭവനം, എനിക്ക് നല്ല സുഖമാണ് ഇതിനകത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ആശയം എന്താണെന്ന് പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു പിശാച്, കർത്താവ് പറയുകയാണ്, നീരുള്ള പ്രദേശത്തെല്ലാം അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നിട്ട് അവന് അവിടെ ഒന്നും ആശ്വാസം കിട്ടാതാകുമ്പോൾ, അവിടെ ഒന്നും റെസ്റ്റ് കിട്ടാതാകുമ്പോൾ അവന് തൻ്റെ ഭവനം ഇങ്ങനെ അന്വേഷിച്ച് വരും. കാരണം അവൻ എവിടെയെങ്കിലും ഇരിക്കണമല്ലോ, എന്നാലേ അവൻ്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചു, നീയാണോ ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ സമ്മതിക്കാത്തത്? അതെ, ഇവർ പ്രാർത്ഥിച്ചാൽ ഞാൻ പോവേണ്ടി വരില്ലേ, അതുകൊണ്ട് ഇവൾ പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അകത്ത് കയറിയിരുന്ന പിശാച് ഇത് ചെയ്യും, പുറത്തു നിന്നും അവൻ ചെയ്യും. രണ്ട് രീതിയിൽ ചെയ്യും. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരിലൂടെ അവൻ അറ്റാക്ക് ചെയ്യും, പ്രാർത്ഥിക്കാതിരിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിനെ അങ്ങ് തകർത്തു കളയിടിച്ച്. പിന്നെ നമ്മൾ എവിടെ പ്രാർത്ഥിക്കുന്നു? നമ്മുടെ മനസ്സ് അതുപോലെ മുറിയപ്പെട്ട് തകർന്ന് പ്രശ്നങ്ങളും നിരാശകളും ഭാരങ്ങളും അകത്ത് കയറുമ്പോൾ നമ്മൾ കളയുന്നത് പ്രാർത്ഥനാ ജീവിതം. നമുക്ക് വിശ്വാസം പോയി. ഇതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടുമോ? ഞാനൊരു സഹോദരിയോട് പറഞ്ഞു, ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ സഹോദരി പറയുക, എനിക്കിങ്ങനെ ഒരു ജീവിതം തന്ന ദൈവമാണോ? ദൈവമുണ്ടോ? എനിക്ക് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇത് പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്താ? ഈ പിശാചകത്ത് കയറിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ പിശാച് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കൊണ്ടുപോകും. ക്ഷീണം, മന്ദത, പ്രയാസങ്ങൾ, തലവേദന എല്ലാം കൊണ്ടുവരും പിശാച്. കാരണം എന്താ? പ്രാർത്ഥിക്കരുത്. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വിടുതൽ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഒരുവനെ പിശാചിന് കെട്ടാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയാമോ? പറ്റത്തേയില്ല. അവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവൻ്റെ ഒരു അറ്റത്ത് പോലും, നമ്മുടെ ഒരു അറ്റത്ത്, ആത്മാവിൻ്റെ ഒരു അറ്റത്തോടെ അവന് പറ്റില്ല. കാരണം കത്തുന്ന തീയിൽ അവൻ കയറത്തില്ല. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യണം? തീ കത്തിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കരുത് ഇന്നലെ വരെ പിശാചിൻ്റെ തന്ത്രം ഉണ്ടായിരുന്നു, നാളെ തൊട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പം ദൈവമക്കളെ, ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെ തള്ളിയിടാമെന്ന് വെച്ച് അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്നവരാണ് നമ്മൾ. പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് എഴുന്നേറ്റില്ലെങ്കിൽ അവൻ സുഖമായി നിങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിരാശയാണ്, നിങ്ങൾക്ക് ഭാരമാണ്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവേ ഒരു മറുപടി കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ അകത്ത് കയറിയതുകൊണ്ടാണ്. മനസ്സിലാവുന്നോ? ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി പിശാച് നിങ്ങളിലേക്ക് കിട്ടുമെന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. കർത്താവ് പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുക്കരുത്. അപ്പം മടുപ്പ് കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ കർത്താവ് മടുക്കരുതെന്ന് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഞാൻ ഈ സഹോദരി ഡെലിവറൻസ് കംപ്ലീറ്റ് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഈ പിശാച് പോവില്ല. ഞാൻ ആ സഹോദരിയോട് പിന്നെ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ആ സഹോദരി പറഞ്ഞു, ഒന്നും അറിഞ്ഞൂടെ സിസ്റ്റർ, വേറെ ആരും എൻ്റെ അകത്തിരുന്ന് സംസാരിച്ചു, അതല്ലാതെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ട്? മുഴുവൻ രോഗമാണ്. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല,
വായ് മുതൽ ആമാശയത്തിലെ വൻകുടൽ ചെറുകുടലിനകത്തെല്ലാം വ്രണങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ ഡോക്ടേഴ്സിന് അറിയില്ല വാട്ട് ഈസ് ദ റീസൺ, എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റും. എന്താ കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്തത്? പിശാചിന് എക്സ്റേയിലൊന്നും പതിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സ്കാനിങ് മെഷീനിലോ എക്സ്റേയിലോ എൻഡോസ്കോപ്പിയിലോ പിശാച് പതിയില്ല. അവനായി അസുഖങ്ങളെല്ലാം അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ച് ഇന്ന് മുതൽ ശാസിക്കണം. കാരണം അവൻ സുഖം പിടിച്ചിരിക്കുവാണ്. മനസ്സിലാവുന്നുണ്ടോ? AC റൂമിനകത്ത് ഇരുത്തിയതുപോലെ പിശാച് അതിനകത്ത് ഇരിക്കുവാണ്. നിങ്ങളെ ഞാൻ 1 മണിക്കൂർ കൊണ്ട് AC റൂമിൽ നിർത്തിയിരുന്നിട്ട് തീരടുത്തേക്ക് വിട്ടാൽ നിങ്ങൾക്ക് എത്ര ഒരു ഫീലിംഗ് വരും അല്ലേ? ഓ, അവിടെ ഇരുന്ന ആ ഒരു സുഖം. അതുപോലെ പിശാച് ഇതിനകത്ത് പലരുടെ ഉള്ളിലും കോട്ട കെട്ടി കൂട് വെച്ച് താമസിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തീയില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. തീ കത്തിക്കണം സഹോദരങ്ങളെ, കത്തിച്ചേ മതിയാവൂ, എഴുന്നേറ്റേ മതിയാകൂ. അവനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയേ നമ്മൾ മതിയാവും. പ്രാർത്ഥിക്കാൻ ഉണ്ടാകുന്ന തടസ്സങ്ങളെ എല്ലാം നമ്മൾ ഓവർകം ചെയ്ത് കയറി വരണം. ഉറക്കത്തെ എങ്ങനെ ജയിക്കും? ക്ഷീണത്തെ എങ്ങനെ ജയിക്കും? അപ്പോൾ അന്ന് എനിക്കുണ്ടായ ഒരു എൻകൗണ്ടർ ഞാൻ പറഞ്ഞല്ലോ, ഒരാളാണ് എന്നെ ഉറക്കുന്നത് എന്നാണ് അന്ന് മനസ്സിലായത്തുള്ളൂ. അന്ന് അറിയില്ല നമുക്ക് ഈ പിശാചിനെ പറ്റിയൊന്നും അത്രയ്ക്ക്, കാരണം എനിക്ക് പിശാചെന്ന് പറയുന്ന പോലെ ഇഷ്ടമില്ല, അതുകൊണ്ട് അന്ന് അറിയില്ലായിരുന്നു. അന്ന് മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഉറക്കുന്നതിൻ്റെ പിന്നിൽ, ക്ഷീണം കൊണ്ടുവരുന്ന പിന്നിൽ എന്തോ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം വന്നാൽ എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം വന്നാൽ എന്തേ? നടന്നു പ്രാർത്ഥിക്കും. നടന്ന് പ്രാർത്ഥിക്കുമ്പോഴും പ്രശ്നം വന്നാൽ മുഖം കഴുകിയിട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പിന്നെയും പ്രശ്നം വന്നാൽ വെള്ളം കുടിച്ചിട്ട് പ്രാർത്ഥിക്കും. പല ഐഡിയ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? എങ്ങനെയും പ്രാർത്ഥിക്കണം. പിന്നെ പതിയെ പതിയെ പിശാചിന് മനസ്സിലാവും, എന്തു ചെയ്താലും ഇവ പ്രാർത്ഥിക്കുമല്ലോ, ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടും. അവൻ ഇടം കൊടുത്താൽ അവൻ നിങ്ങളുടെ കൂടെ വന്ന് കൂട്ടുകൂടി താമസിക്കും. ഏത് വേണമെന്ന് ഞാനും നിങ്ങളുമാണ് തീരുമാനിക്കുന്നത്. അത് എനിക്ക് പറഞ്ഞു തരാനേ പറ്റൂ, ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. പ്രാർത്ഥിക്കാനായിട്ട് അവൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം വന്നാൽ ഞാൻ പറഞ്ഞു, നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. വിട്ടുകൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? എക്സാമിന് തലേ ദിവസമാണ് നാം എല്ലാവരും പഠിക്കുന്നത്. ഭയങ്കര പഠിത്തമായിരിക്കും, അന്ന് ഉറങ്ങത്തോലുമില്ല. എന്നാൽ ഈ പഠിത്തം ആദ്യമേ പഠിച്ചിരുന്നെങ്കിൽ IPS ഓഫീസറായിരുന്നു. അങ്ങനെ പഠിക്കത്തില്ല. ഈ തലേ ദിവസം 1.5 പഠിത്തം അല്ലേ? അങ്ങനെ പഠിക്കില്ലേ? ഒരു ക്രമമായിട്ട് നമ്മളിത് ചെയ്യണം. മനസ്സിലായി? തലേ ദിവസമാണ് അത്. ചിലരോട് ചോദിക്കുമ്പോൾ പറയും, അന്ന് പഠിക്കുന്നതാണ് എനിക്ക് ഓർമ്മയിരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയുമ്പോൾ, നീ വേണമെന്ന് വെച്ചാൽ പഠിക്കുന്നത്. അന്ന് അതുവരെ നീ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത്. ദിവസം ഉണ്ടല്ലോ. പക്ഷെ അന്ന് നീ പഠിക്കുന്നത് പിറ്റേ ദിവസം പരീക്ഷയാണ്. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? PSC എക്സാം ആയാലും അങ്ങനെയല്ലേ? തലേ ദിവസമൊക്കെ ഭയങ്കര പഠിത്തമായിരിക്കും. ഒരു വലിയ ബുക്ക് നിറയും. ഞാനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. എഴുതി വെച്ചിരിക്കുന്ന പഠിച്ചിട്ട്, അയ്യോ ഇത് തീരുന്നില്ലല്ലോ, അപ്പുറത്ത് തീരുന്നില്ലല്ലോ, ഇപ്പുറത്ത് തീരുന്നില്ല. ഇതാണ് നമ്മുടെ പഠിത്തം. കർത്താവ് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പരീക്ഷ വരുന്നതിൻ്റെ അന്നിരുന്ന് പ്രാർത്ഥിക്കാനല്ല, ഉണർന്നിരുന്ന് നേരത്തെ പ്രാർത്ഥിക്കണം. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ അന്നിരുന്ന് പഠിക്കുന്നത് പോലെ അന്നിരുന്ന് പ്രാർത്ഥിക്കാനല്ല. പിശാച് ഒരുക്കുന്ന ചങ്ങലകളെ മുന്നമേ പൊട്ടിക്കാൻ തക്കവണ്ണം ആ പരീക്ഷയിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കെ, അതിനായി നമ്മളെ ഒരുക്കുവാൻ, അതിൽ നിന്നൊക്കെ ജയിച്ചു കയറുവാൻ തക്കവണ്ണം ശക്തി തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പേ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് പ്രാർത്ഥന, യേശുവേ, കാരണം എല്ലാം വന്നു കഴിഞ്ഞു, ഇനി പിന്നെ കാതിരിന്മേൽ വളം വയ്ക്കുന്ന പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയല്ല. പല പ്രശ്നങ്ങൾ നിങ്ങൾ മുന്നമേ പ്രാർത്ഥിച്ചാൽ അത് വരാതെ ഒഴിഞ്ഞു പോകും. അത് വരില്ല. പലതും എന്തൊക്കെയോ വരേണ്ടതായിരുന്നു, പ്രാർത്ഥനയ്ക്കകത്ത് മാറിയതാ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു പൈശാചിക ശക്തി ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുവാണ്.
ഇവളെ ഞാൻ ഒത്തിരി പ്രാവശ്യം തള്ളിയിടാൻ നോക്കിയതാ, ഒത്തിരി ആക്സിഡന്റുകളിൽ തീർക്കാൻ നോക്കി, പക്ഷെ ഇവൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്റെ തലമുറകളെ തൊടാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പൊ പിശാച് ഇങ്ങനെ ശ്രമിക്കുവാണ്. എന്തിനാണ്? എന്തേലുമൊക്കെ അവന് ചെയ്യണം. നല്ലത് ചെയ്യാൻ അവൻ അറിയില്ല, തിന്മകൾ ചെയ്യാൻ മാത്രമേ അറിയാവൂ. കുടുംബ ജീവിതത്തെ തകർക്കാൻ വേണ്ടി അവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിനകത്ത് കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പനും അമ്മയും തമ്മിൽ അടിക്കുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിക്കുന്നു, അമ്മായി അമ്മയും മരുമക്കളും തമ്മിൽ അടിക്കുന്നു. നിങ്ങൾ അതിന്റെ ബിഹൈൻഡ് ദ സീൻ ഒന്ന് നോക്കണം. പിശാചിന്റെ ചരടുകൾ എല്ലായിടത്തും കാണും. എന്നാൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതല്ലാതെ ആര് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു? യേശുവിന്റെ നാമത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഞാൻ തകർക്കുന്നു. ആര് പറയുന്നു? ഇല്ല. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്നത്. ഈ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കിടന്ന് കളിക്കുന്ന കുട്ടി പിശാചുക്കളെ നിങ്ങൾ ഓടിക്കണം. ആരോടിക്കും? നിങ്ങൾ ഓടിക്കണം. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനകത്ത് ഒത്തിരി എണ്ണ ഇതുപോലെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു, കുട്ടിയും വലുതും ഒക്കെ. എല്ലാറ്റിനും ഓടിച്ചു. ഹല്ലേലൂയ. ഇന്ന് കുടുംബത്തിൽ സന്തോഷമുണ്ട്, വെളിച്ചമുണ്ട്, സമാധാനമുണ്ട്, നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വളർച്ചയെ തടയുന്ന പൈശാചിക മണ്ഡലങ്ങളെ തളയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ മാത്രം ജോലിയാണ്, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം. അവിടെ നിന്നാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിന്റെ തുടക്കം. ഹല്ലേലൂയ. ഓരോ പടിയായിട്ട് നിങ്ങൾ ഉയർന്നുയർന്ന് വരണമെങ്കിൽ ഓരോ മണ്ഡലങ്ങളെ നിങ്ങൾ തോൽപ്പിച്ച് പഠിക്കണം. വേണ്ടേ? പഠിക്കണം. എങ്കിലേ നിങ്ങൾ ഉയർന്ന റാങ്കിലേക്ക് വരത്തുള്ളൂ. 1ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാതെ ആരും 2ാം ക്ലാസ്സിൽ പോയിട്ടില്ല. അവൻ ജയിച്ചാലല്ലേ പാസ്സാവും. ഇപ്പോഴൊക്കെ പറയുന്നുണ്ട് 8ലെ കുട്ടികളെ കുറച്ചുപേരെ തോൽപ്പിക്കണമെന്നാണ് മന്ത്രി പറയുന്നത്. എല്ലാവരെയും ജയിപ്പിക്കരുത്, ഓൾ പാസ്സൊക്കെ മാറ്റിയിരിക്കുവാണ്. കാരണം എന്താ? അവൻ പരീക്ഷ പഠിച്ചെഴുതണം, എങ്കിലേ ജയിക്കൂ. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിനകത്ത് കിടന്ന് വാഴുന്ന എല്ലാ പൈശാചിക ശക്തികളെയും നമ്മൾ അടിച്ചു കളയണം. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും അവൻ അപകടമൊക്കെ വെച്ച് പതിയിരിക്കുവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവൻ ഇതുവഴി വരുമ്പോൾ അവൻ ഇന്ന രീതിയിൽ ഞാനൊരു ഉപദ്രവം കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന ഒരു മനുഷ്യനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഇവനിലൂടെ അവൻ്റെ ഹൃദയത്തെ നോവിപ്പിക്കുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കാരണം ഇതെല്ലാം പിശാച് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കുകയില്ല, ഒരുങ്ങയില്ല, അങ്ങനെ നമ്മൾ ചിരിച്ചു പോകുമ്പോഴേ 2 കുത്ത് 2 അടിയും നമുക്ക് കിട്ടും. അപ്പോഴാണ് നമ്മൾ ഓടി അറിയുന്നത് കർത്താവെന്ന് പറയും. ഈ കുത്തും അടിയും കിട്ടുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ച് തീയിൽ കത്തുന്നവരാണെങ്കിൽ പിശാച് വഴിയിൽ മുള്ളിട്ടിരുന്നാൽ നിങ്ങൾ അതിൻ്റെ പുറത്തൂടെ നടക്കും. തീ ഇട്ടാൽ നീ അതിന്റെ പുറത്തൂടെ നടക്കും. പെരുവെള്ളമാണെങ്കിൽ നീ അതിന്റെ പുറത്തൂടെ നടക്കും. നിന്നെ അത് മുക്കത്തില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. കാരണം ദൈവവുമായിട്ടൊരു കണക്ഷൻ നിനക്കുണ്ട്. നീ ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുക. പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നിന്റെ കുടുംബത്തെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, തലമുറകളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ ബലവും ആ അഗ്നി നിങ്ങൾ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ സാക്ഷ്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്നെ കർത്താവ് 2 ഭവനങ്ങളെ ആത്മമണ്ഡലത്തിൽ കാണിച്ചത്. പ്രാർത്ഥനയുള്ള ഭവനവും പ്രാർത്ഥനയില്ലാത്ത ഭവനം. പ്രാർത്ഥിക്കുന്ന ഭവനത്തിനകത്ത് വലിയ തീജ്വാലയും വലിയ വെളിച്ചവും റോന്തു ചുറ്റുന്നത് പോലെ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ കോവളത്തൊക്കെ ഇരിക്കുന്ന ലൈറ്റ് ഹൗസ് പോലെ ഒരു പ്രകാശമുണ്ട്. ആ ദേശത്ത് മുഴുവനും ഇങ്ങനെ ആ വെളിച്ചം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാത്ത ഭവനം വലയും പൊടിയും പാമ്പും പഴുതാരയും പട്ടിയും ചിലന്തി വലകളും ചവറും എല്ലാം കയറി കിടക്കുന്ന ഒരു വീട് പോലെയാണ് ആത്മമണ്ഡലത്തിൽ കാണാനായിട്ട്. അപ്പൊ പിശാചിനത് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. പ്രാർത്ഥന ഇല്ലാത്ത വീട് കാണുമ്പോഴേ അവനറിയാം. നമ്മൾ പെയിന്റൊക്കെ അടിച്ച് വളരെ വൃത്തിയാക്കി ചവറില്ലാതെയൊക്കെ നമ്മുടെ വീട് ഇട്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ പ്രാർത്ഥിക്കാത്ത ഭവനം ആത്മമണ്ഡലത്തിൽ കാണാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനകൾ ഉയരണം. ഹല്ലേലൂയ. രാത്രി കാലങ്ങളിൽ എന്ത് ഉയരണം? പ്രാർത്ഥനകൾ ഉയരണം. സന്ധ്യാസമയം മുതൽ അങ്ങോട്ട് നമുക്ക് സീരിയൽ കാണാനുള്ള സമയമല്ല, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. സിനിമ കാണാനുള്ള സമയമല്ല, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോരോ കഷ്ടത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിച്ചേ പറ്റൂ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കയറിയേ പറ്റൂ. ഇപ്പൊ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ക്ഷീണം മാറണമെങ്കിൽ, ഇരിക്കുമ്പോൾ ക്ഷീണം വന്നാൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നിട്ട്
യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഉറക്കം കൊണ്ടുവരുന്ന, എന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത, ബൈബിള് വായിക്കാൻ സമ്മതിക്കാത്ത എല്ലാ അന്ധകാര പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും പുറത്തു പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിട്ടുപോകും. ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അതായത് എന്നിട്ട് പ്രാർത്ഥിക്കണം. കുറച്ച് സമയത്തേക്ക് തീ കത്തുന്ന അനുഭവം നമുക്കുണ്ടാവും. ഹല്ലേലൂയ. നിങ്ങൾ ശ്വാസിക്കാൻ പഠിക്കുക, പ്രാർത്ഥിക്കാൻ പഠിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സമയത്തെ പല കാരണങ്ങൾ വഴി പിശാച് ഇങ്ങനെ അപഹരിച്ചെടുത്തോണ്ട് പോകും. ചില സമയത്ത് നമ്മളിങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇങ്ങനെ മൊബൈലിൽ തന്നെ ഇരുന്നു. ചില സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഈ ജോലികളെല്ലാം ചെയ്തിട്ട് തീരത്തും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവാണ്. എന്നാൽ ഇത്തിരി കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, അതുവഴി അങ്ങ് പോയി, പിന്നെ പറ്റില്ല. ഏറ്റവും ആദ്യം രാവിലെ നമ്മൾ സമയം സെറ്റ് ചെയ്ത് വയ്ക്കണം. ഞാൻ രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. കാരണം അന്നത്തെ ദിവസം മുഴുവൻ ക്ലിയറായി എനിക്ക് കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? അന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാക്കാനായിട്ട് അവൻ വട്ടം കൂട്ടി ആലോചിച്ചു, രാത്രി മുഴുവൻ ഇരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഉറങ്ങിക്കിടന്നു. ഓക്കെ, ശരി. എന്നാൽ രാവിലെ നിങ്ങൾ അതിനെല്ലാം ബ്രേക്ക് ചെയ്യണം. അന്ന് പിശാച് ഉണ്ടാക്കിയ സകല തടസ്സങ്ങളെയും പൊട്ടിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയാൽ ആപത്തുകൾ വിട്ടു നിൽക്കും, അനർത്ഥങ്ങൾ വിട്ടു നിൽക്കും. നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാക്കും ലക്ഷ്യത്തിൽ. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതം മാറണം. പ്രാർത്ഥിക്കുമ്പോൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കണം. ഒത്തിരി സമയം നമ്മളിവിടെ കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് ശീലാസ് എന്ത് ചെയ്തെന്നാ കണ്ടത്? ദൈവത്തെ പാടി സ്തുതിച്ചു. കാരാഗൃഹത്തിൽ കിടക്കുക, ഇരുട്ടറയിൽ കിടക്കുക, കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുക, ശരീരം മുഴുവനും അടി കൊണ്ട് തകർന്നിരിക്കുക. അവരെന്ത് ചെയ്യുവാണ്? അവർ പറഞ്ഞു, ഭയങ്കര ദേഹം വേദനയാണ്, ഇന്ന് കിടന്നുറങ്ങാം. പറഞ്ഞു, ഇന്ന് ഭയങ്കര ശരീരം വേദനയാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇന്ന് ആകെ ഒരു ക്ഷീണം, ഇന്ന് കിടന്നിട്ട് നാളെ. പരിശുദ്ധാത്മാവ് പറയും, എഴുന്നേൽക്ക്, പ്രാർത്ഥിക്കും. നേരെ ക്ഷീണമെല്ലാം അവിടെ ഇട്ടിട്ട് ചാടി എഴുന്നേൽക്കും. എന്താ? കർത്താവ് പറയുക, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എഴുന്നേൽക്ക്, നിന്റെ വായിലൂടെ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. നമ്മൾ പറയുന്ന ഒരു വാക്ക് അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജീവനായിരിക്കാം നിങ്ങൾ രക്ഷിക്കുന്ന ആ സമയത്ത്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയാലോ? ഹല്ലേലൂയ, സ്തോത്രം. അനേക സ്ഥലങ്ങളിലുള്ള മനുഷ്യർക്ക് വേണ്ടി ആ സമയത്ത് ദൈവം പ്രാർത്ഥിക്കാൻ പോകുമായിരിക്കും നമ്മളിലൂടെ. നമ്മൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. എങ്ങനെ പരിശുദ്ധാത്മാവിൽ അത് ചെയ്യാൻ പറ്റും? അന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരു കയർ ഒരാൾ എടുത്തു വെച്ചിട്ട് തൂങ്ങാൻ പോകുമ്പോഴായിരിക്കും നമ്മുടെ പ്രാർത്ഥന അവിടെ ആവശ്യമാണ്. വേറെ ആരും ആ സമയത്ത് പ്രാർത്ഥിക്കാനില്ല. കർത്താവ് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു, പെട്ടെന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് ആത്മാവ് അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ എങ്ങനെയെങ്കിലും കയർ പൊട്ടിയെങ്കിലും താഴെ വീണ് രക്ഷപ്പെടും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അവനെ രക്ഷിക്കും, അല്ലെങ്കിൽ അവൻ തൂങ്ങത്തില്ല. എന്തേലും അവിടെ സംഭവിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എത്ര ജീവിതങ്ങളെയാണ് പിശാച് നശിപ്പിച്ച് ഇങ്ങനെ കൊടഞ്ഞു കളയുന്നതെന്ന് അറിയാമോ? ഒരു മനോഹരമായ പൂവിനെ കൊടഞ്ഞ് അടിച്ച് നശിപ്പിക്കുന്ന പോലെ എത്ര ജീവിതങ്ങളെ പിശാച് നശിപ്പിച്ച് കളയുന്നതെന്ന് അറിയാമോ? അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക, എല്ലാത്തിനും. ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമി മൊത്തം അവൻ കൊള്ളയിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. ഹല്ലേലൂയ. ചിലരെന്നോട് പറയാറുണ്ട്, ഉറക്കം വരുന്നില്ല. ശാമൂൽ അങ്കിൾ എന്നോട് പറയാറുണ്ട്, ഉറക്കം വരുന്നില്ല. സുഖമുണ്ടോ? വയ്യല്ലേ? ഉറക്കം വരുന്നില്ല. ഞാൻ പറയും, ഉറക്കം വരാത്ത നല്ലതാ, പ്രാർത്ഥിക്കാമല്ലോ. ശ്യാമയുടെ പപ്പയാട്ടോ, പ്രാർത്ഥിക്കാമല്ലോ. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. ഉറക്കം വരുന്നില്ലെങ്കിൽ നല്ലതാണ്. നമുക്കിവിടെ ഉറക്കം വരുന്നതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്. ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ഉറങ്ങണ്ട. ഉറക്കം വരാതിരിക്കുകയാണെങ്കിൽ അത്രയും സമയം പ്രാർത്ഥിക്കാമല്ലോ. ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ തന്നെ നമ്മുടെ ക്ഷീണം പോകാൻ അതെല്ലാം ധാരാളം. ബാക്കി സമയം നമുക്ക് ഉറങ്ങാതിരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായി കഴിയും. കർത്താവേ, ബലമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് കൈവച്ച്, കർത്താവേ, എൻ്റെ എനർജി ഇതിനകത്തുണ്ടാകട്ടെ, പ്രാർത്ഥിച്ച് ആ വെള്ളത്തെ അനുഗ്രഹിച്ചിട്ട് കർത്താവിനോട് പറയണം, അപ്പം ഈ വെള്ളം ഒന്ന് അനുഗ്രഹിച്ച് തരണം. ഇത് കുടിക്കുമ്പോൾ ബൂസ്റ്റ് കുടിച്ചോല്ലേ ശക്തിപ്പെടാം. ഞാനിതൊക്കെ ചെയ്ത പരിപാടി. വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് കുടിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. എനിക്കറിയില്ല എവിടെ നിന്ന് ആ ശക്തി വ്യാപരിക്കുന്നത്. എൻ്റെ വിശ്വാസം കർത്താവ് കണ്ടതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, വലിയൊരു ശക്തി വരുന്നത് പോലെ തോന്നും. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. വീണ്ടും പ്രാർത്ഥിക്കും, വീണ്ടും പ്രാർത്ഥിക്കും, വീണ്ടും പ്രാർത്ഥിക്കും. കർത്താവ് സംസാരിക്കാനായി തുടങ്ങും. ഹല്ലേലൂയ. നീ വിചാരിക്കരുത് കർത്താവ് ഇത്രയും ക്ഷീണിച്ചും തളർന്നുള്ള ഈ ഒരു ജീവിതം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ ഒരു ശരീരം, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതിലാണ് അത്രയും പ്രശ്നങ്ങൾ, രോഗങ്ങൾ,
ഭാരവും. ഇത് ഈ ശരീരം ഒന്നും ഇല്ലായിരുന്നേ കുറച്ചുകൂടി നന്നായിരുന്നു. തേജസ്സുള്ള ശരീരം കിട്ടുന്നവരെ ഇനിയിപ്പോൾ ഇതിനകത്ത് ഇരുന്നല്ലേ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം അഭിഷേകം തന്നിരിക്കുന്നത് നമുക്ക് ഉറങ്ങാനല്ലായിരുന്നു, ഉണർന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായാൽ നിങ്ങളുടെ വിഷയത്തിന് മുന്നമേ ദൂതന്മാർ ചലിക്കും. അത് നിങ്ങൾക്കറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ എപ്പോഴും ദൂതന്മാർ ചലിക്കും. എന്തുകൊണ്ടാണ്? കാരണം ആ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ പാപജീവിതം നയിക്കുന്ന പ്രാർത്ഥന ഇല്ലാത്തവൻ്റെ കൂടെ ഒരു ദൂതന്മാരും ആക്റ്റീവായിരിക്കില്ല. എന്നാൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ച് അത്തി കത്തി ജ്വലിച്ച് നടന്നുകൊണ്ടിരിക്കുന്നവരായി തീർന്നാൽ ദൈവദൂതന്മാർ എപ്പോഴും ആക്റ്റീവായിരിക്കും. നിങ്ങൾക്ക് മുന്നമേ അവർ പോയി നിങ്ങൾ ചെയ്യാതെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു തരും. മനസ്സിലാവുന്നുണ്ടോ? പിശാചിടുന്ന നിരാശകൾ നിങ്ങളുടെ അകത്ത് കയറ്റി വെക്കരുത്, ഭാരങ്ങൾ കയറ്റി വെക്കരുത്, പ്രയാസങ്ങൾ കയറ്റി വെക്കരുത്. ഫ്രീ ആയിട്ട് നിന്നാലേ നന്നായിട്ട് ഓടാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? തലയിൽ ഒരു ചാക്ക് ഇട്ട് വെച്ച് ഓടുന്നതും ഫ്രീ ആയിട്ട് ഓടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന്. ഹല്ലേലൂയ. കൊണ്ടുവെക്കുന്ന ഈ ചാക്കുകെട്ടുകളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഓടും. അയ്യോ എനിക്ക് ഇന്ന പ്രശ്നമാണ് സിസ്റ്ററെ, ഇന്ന പ്രതിസന്ധിയാണ്, അയ്യോ അത് ശരിയായിട്ട് ഞാൻ ഇത് ചെയ്യാം. അങ്ങനെ ഒന്നുമല്ല. ഒന്ന് ശരിയാവുന്ന നോക്കി നിന്നാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കാലം കർത്താവിന് വേണ്ടി. ഇപ്പോ നിങ്ങളുടെ ടൈമാണ്. ദിസ് ഈസ് യുവർ സീസൺ. ഈ സമയത്ത് ബാക്കി എന്റെ ദൈവം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാ പ്രതിസന്ധിയും മാറിയിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങാന്ന് വെച്ചാൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ എന്റെ യേശുവിന് വേണ്ടി ഇറങ്ങിയ കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരും. ഹല്ലേലൂയ. പലരുടെയും കോളിംഗ് പിശാച് ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. എന്തുകൊണ്ടാ? പ്രാർത്ഥനാ ജീവിതം നമുക്കില്ലാത്തതുകൊണ്ട്. പലപ്പോഴും നമ്മൾ മാറ്റി വെക്കുന്നത് പ്രാർത്ഥന. ബാക്കിയെല്ലാം നമ്മൾ ചെയ്താലും പ്രാർത്ഥന ഏറ്റവും അവസാനത്തേക്ക്. അങ്ങനല്ല, ആദ്യം പ്രാർത്ഥന, ബാക്കി കാര്യം പിന്നെ ചെയ്യാം. കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിക്കും. ആദ്യം ദൈവസന്നിധിയിൽ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സമയം കണ്ടെത്താനും പഠിക്കും. എല്ലാം തന്നെ നശിച്ചു പോകുന്ന സർട്ടിഫിക്കറ്റുകളാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതോടെ നമ്മുടെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ എൻ്റെ അപ്പന് വേണ്ടി നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിത്യത വരെ നിലനിൽക്കുന്ന സർട്ടിഫിക്കറ്റ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു കിരീടമുണ്ട്. അതിൻ്റെ പേരാണ് വാടാത്ത കിരീടം. ഹല്ലേലൂയ. ഇപ്പോൾ ഒത്തിരി പേരുണ്ട് ശരീരമൊക്കെ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവരല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ? അറിയാലോ അല്ലേ? അവരെല്ലാ ഫുഡും അങ്ങനെ കഴിക്കത്തില്ല. മുട്ട പ്രോട്ടീൻ ഉള്ളത് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെയൊക്കെ ഇല്ലേ? ഉണ്ട്. ജിമ്മിലൊക്കെ അഭ്യസിപ്പിക്കുന്ന ആൾ. പ്രോട്ടീൻസ് ഒക്കെ കൂടുതലുള്ള ഫുഡ്, മുളപ്പിച്ച പയറ് അല്ലേ, മുട്ട, പിന്നെ പ്രോട്ടീൻ ബൂസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. എന്തുകൊണ്ടാണ്? രാജമോഹനൊന്നും കഴിക്കുന്നില്ല, എനിക്കറിയാം. എന്താണ് ചോദിച്ചാൽ അവരുടെ ബോഡി നന്നായിട്ട് ബിൽഡ് ചെയ്യും. നിങ്ങൾ അവർക്ക് കുറച്ച് പായസമോ മധുരമുള്ള കുറേ ഒന്നും കൊണ്ടുകൊടുത്ത് അവർ കുടിക്കില്ല. കാരണം എന്താ? എൻ്റെ ബോഡി നോക്കണമെന്ന് അവർ പറയും. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ബോഡി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഈ ഷുഗർ ഒന്നും ഞാൻ കഴിക്കത്തില്ല, പ്രോട്ടീൻസ്, ഫൈബർ റിച്ച് ഫുഡ് ഇതൊക്കെ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് അവർ പറയും. എന്തുകൊണ്ടാണ്? അവരെ ബോഡിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞു തരുന്നത്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പോൾ ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മൾ ദിവസേന കുളിക്കുന്നുണ്ട് അല്ലേ? കുളിക്കുന്നില്ലേ? നമ്മൾ കുളിക്കുന്നുണ്ട്, വസ്ത്രം മാറുന്നുണ്ട്. അതെല്ലാം എന്തിനു വേണ്ടിയാ? നമ്മൾ ശരീരത്തെ സംരക്ഷിക്കാനല്ലേ. അപ്പൊ ആത്മാവിനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ നമുക്ക്? അതാണ് തീയോടുകൂടിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളും ഏത് പരീക്ഷകളും വന്നാലും നമ്മൾ നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? അർദ്ധരാത്രിയിലും ദൈവത്തെ സ്തുതിച്ചു പാടി ആരാധിക്കാൻ പൗലോസിനും ശീലാസിനും ആ കാരാഗ്രഹത്തിൽ കിടന്നിട്ടും പറ്റി അല്ലേ? കിടന്നിട്ടും പറ്റി ആത്മാവിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ എന്താ സംഭവിച്ചത്? ചങ്ങലകൾ അഴിഞ്ഞു, മുഴുവൻ പേരും സ്വതന്ത്രമായി. ഹല്ലേലൂയ. ആ ദേശത്തുണർവ് വ്യാപരിക്കാനായിട്ടിടയായി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന പൈശാചിക ശക്തികളെ എല്ലാം ബന്ധിക്കാൻ നിങ്ങൾക്ക് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ ഈ സെൽഫ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കഴിയും. പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, ഇല്ല പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. അങ്ങനല്ല. ഹല്ലേലൂയ. നമ്മൾ ശക്തിപ്പെട്ടാൽ നമ്മളിലൂടെ ദൈവം അത് ചെയ്തെടുക്കും. എനിക്ക് ആരും ഇല്ലായിരുന്നു ഡെലിവറൻസ് ഒന്നും തരാനായിട്ട്. ഒറ്റയ്ക്കാ ദൈവസന്നിധിയിൽ ഇരുന്നത്. ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ അതൊക്കെ ഇന്ന് പറഞ്ഞു തരാനെങ്കിലും ആളുണ്ട്.
മനസ്സിലായില്ല? ഒരുപാട് മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അന്നൊന്നും ഇത് ആരുമില്ല. കരഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് നിലവിളിച്ച് രാത്രിയും പകലും പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും ഒന്നൊന്നായിട്ട് ദൈവം പൊട്ടിച്ചെടുത്തു. ഹല്ലേലൂയ. ആ തീ ഇറക്കി ദൈവം പൊട്ടിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും താക്കോൽ നിങ്ങളുടെ കരത്തിലേക്ക് ദൈവം തന്നിട്ട് പറയും, നീ തുറക്ക്. ഹല്ലേലൂയ. ചങ്ങലകളുടെ പൂട്ടുകളെ നീ തുറക്ക്, നീ പൊട്ടിക്ക്, നീ മുന്നേറ്. ഹല്ലേലൂയ. നിനക്കതിന് കഴിയും. ഹല്ലേലൂയ. എൻ്റെ ജീവിതം അറിയാവുന്നുള്ള ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ആരും ഒരു വാക്കുപോലും പ്രാർത്ഥിച്ച് സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. കൂടെ ഇരുന്ന ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആരുമില്ല, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഉറക്കമില്ലാത്ത രാത്രികൾ എനിക്കുണ്ടായി. ഊണിലും ഉറക്കത്തിലും എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ ദൈവസന്നിധിയിൽ ഇരുന്നു. പ്രശ്നങ്ങൾ എവിടെല്ലാം കിടക്കുന്നു അതൊക്കെ നേരത്തെ കണ്ട് അതിനെ ചവിട്ടി മുന്നോട്ട് പോകാനുള്ള ബലം ദൈവം തരികയായിരുന്നു. പ്രശ്നങ്ങളെ എടുത്തു മാറ്റിയില്ല, പ്രശ്നങ്ങളിലൂടെ കയറി ഞാൻ വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. മഞ്ജുവിനെ പട്ടി കടിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. പട്ടിയായിട്ട് അവിടെ പട്ടിയുടെ വായിക്കകത്ത് നിന്റെ കാല് കൊണ്ടുവച്ച് അവിടെ മൊത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഈ അപകടം വരാൻ പോകുന്നതിന് മുമ്പേ ശരിക്കും പരിശുദ്ധാത്മാവിനത് അറിയാം. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപകടം വരാൻ പോകുന്നത് നേരത്തെ ദൈവാത്മാവിന് അറിയാം. അപ്പോൾ ആ വഴി ഒഴിഞ്ഞു പോകാൻ നിനക്ക് പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നീ പ്രാർത്ഥിച്ചാലേ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? 5 മിനിറ്റത്തെ പ്രാർത്ഥനയുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. രാത്രികളിലൊക്കെ എഴുന്നേറ്റിരുന്ന് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്ത് പ്രാർത്ഥിക്കും? എങ്ങനെ പ്രാർത്ഥിക്കും? അങ്ങനെ ചോദിച്ചാൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾ ഞാനായിരുന്നു. പാട്ടുകൾ പാടി ദൈവത്തോട് എല്ലാ വിഷയങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. ഒരു അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് കിടക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും പരിഹരിക്കാൻ നിനക്ക് പറ്റും. ഹല്ലേലൂയ. അല്ലാതെ ഒന്നും പറ്റത്തില്ല. പല അപകടങ്ങൾ ഇതുപോലെ. ഒരു നിസ്സാരമായ പട്ടിയാണ് കല്ല് കടിച്ചത്, അത് വലിയ പ്രശ്നമായി. ഹല്ലേലൂയ. അത്രയും ബുദ്ധിമുട്ടും വേദനയും ഒരാഴ്ചയോളം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് പിശാച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുവാണ് വഴിയിൽ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കുടുംബത്തിനകത്ത് വരുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പ്രശ്നം ഇടുത്തി പോലെ വന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഓർക്ക് ഇത് എവിടെ നിന്ന് വന്നു ഈ പ്രശ്നം അല്ലേ? ഹല്ലേലൂയ. അപ്പോഴെല്ലാം നമ്മൾ അറിയേണ്ടത് പ്രശ്നം എവിടെയാണ്? എൻ്റെ കുടുംബത്തിലല്ല, ആത്മമണ്ഡലത്തിലാണ്. ആ വേരിനെ നിങ്ങൾ പൊട്ടിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ പൈപ്പിനെ നിങ്ങൾ പൊട്ടിക്കുന്നെങ്കിൽ അവിടെ നിന്ന് കണക്ട് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെച്ചിരിക്കുന്നില്ലേ അവൻ പൈപ്പുകൾ, വേരുകൾ. നിങ്ങൾ ഈ മരത്തിന്റെ വേരുകൾ നിങ്ങൾക്ക് അറിയില്ലേ? എവിടെ നിന്നാണ് അത് വെള്ളം എടുക്കുന്നത്? വെള്ളമുള്ള സ്ഥലത്തു നിന്നല്ലേ? അതിലൂടെ വന്നിട്ടല്ലേ ഈ മരത്തിൽ വരുന്നത്? അതുപോലെ ഇവന്റെ കണക്ഷൻ എന്ന് പറയുന്നത്, ഈ പ്രശ്നത്തിന്റെ കണക്ഷൻ എവിടാണ്? ആത്മമണ്ഡലത്തിലാണ്. ഈ മരം വളരാതിരിക്കണമെങ്കിൽ ഞാൻ വെട്ടേണ്ടത് വേരിനെയാണ് അല്ലേ? അപ്പോൾ പൈശാചിക മണ്ഡലത്തിലുള്ള പിശാചിടുന്ന ആ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അവൻ്റെ വേരുകളെ നമ്മൾ മുറിക്കണം. അപ്പോൾ ഇവിടെ ശരിയാവും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചും ശക്തിപ്പെട്ട് ബലപ്പെടണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ച് ഇരിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത കോളിളക്കങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ തിരയിൽ ചവിട്ടി കർത്താവ് നടന്നതുപോലെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ ചവിട്ടി പ്രാർത്ഥിച്ചും ആരാധിച്ചും ഉപവസിച്ചും ഒക്കെ നിങ്ങൾ ശക്തിപ്പെടണം, ബലപ്പെടണം. പിന്നെ ഏത് സാഹചര്യം വന്നാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾ ബലപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നങ്ങൾ വരില്ലെന്നല്ല, അതോടെ പ്രശ്നം തീർന്നതല്ല ഞാൻ പറയുന്നു. പ്രശ്നങ്ങൾ വന്നാലും അതിനെ നിങ്ങൾ ഓവർകം ചെയ്ത് അതിനെ ജയിക്കാനായി പഠിച്ചു തുടങ്ങും. എങ്ങനെ ഈ പ്രശ്നത്തിൽ റിയാക്ട് ചെയ്യണം, എങ്ങനെ ഞാൻ പ്രതികരിക്കണം, എങ്ങനെ ഞാൻ തീരുമാനം എടുക്കണം, അത് ദൈവം നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ ഒരു വാട്ടവും ഇല്ലാതെ കോട്ടവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് സ്പിരിച്വൽ ലൈഫിൽ ദൈവം നമ്മളെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരു ദിവസം കൊണ്ട് ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ തോക്കെടുത്ത് കൊടുത്ത് അവനെ ഇറക്കി വിടുന്നില്ല. ശക്തമായ ട്രെയിനിങ് അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ ദൈവരാജ്യത്തിലെ ആരാ? പടയാളികൾ. അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് കയറി വരാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് അതിനെ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കണം. എന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടായാലും പ്രാർത്ഥിക്കണം. രാത്രി ഉറങ്ങിയില്ലെങ്കിലും പ്രാർത്ഥിക്കണം. ഉറങ്ങണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല, പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ? പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഉറങ്ങുന്നവരെ, അന്യഭാഷയൊക്കെ ഉള്ളവർക്ക് വളരെ ബ്ലെസ്സിങ്. ഉറങ്ങുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ? ഉറങ്ങുന്നവരെ കണ്ണടച്ച് കിടന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് എനിക്കറിയാം, കുഞ്ഞുങ്ങളുള്ളവർക്ക് നമ്മൾ കൂടി ഒന്ന് കിടന്നാലേ അവർ ഉറങ്ങത്തുള്ളൂ. പക്ഷെ നമ്മളായിരിക്കും ആദ്യം ഉറങ്ങുന്നത്. അതാണ് വേറൊരു പ്രശ്നം. അല്ലെ, അവരെ ഉറക്കാനാണ് നമ്മൾ കിടക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം ഉറങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് അന്തരാത്മാവില് ഞാനിങ്ങനെ താരാട്ട് പാട്ട് പാടിയാലും നമുക്ക് അന്യഭാഷ പാടാന്നേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോൾ ചില പിള്ളേർ പറയും, അമ്മ പാട്ട് പാടി ഉറക്കാൻ പറയത്തില്ലേ? നിങ്ങളുടെ മക്കൾ പറയത്തില്ലേ അറിയാം. പക്ഷേ എൻ്റെ കുഞ്ഞ് പറയാറ്. അപ്പോൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ അന്യഭാഷ പാട്ട് പാടി ഉറക്കും. അന്നേരം മോള് പറയും, അമ്മയുടെ അന്യഭാഷ പാട്ട് വേണ്ട, വേറെ പാട്ട് പാടി ഉറക്കിയാൽ മതി. ഞാൻ അന്യഭാഷയുടെ പാട്ട് പാടി കൊടുക്കും. ഞാൻ എന്തേലും അത്രയും സമയം എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ അല്ലേ? നമ്മളെ ഉറക്കുന്നതായാലും എനിക്ക് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗിഫ്റ്റ് ഓഫ് ടങ്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് പറഞ്ഞുകൊണ്ടിരിക്കാം. യാത്ര ചെയ്യുമ്പോഴും പറയാം, സ്കൂട്ടി പോകുമ്പോഴും പറയാം അല്ലേ? അന്യ ഭാഷ കൊണ്ട് സ്കൂട്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഉള്ളിൽ പറയാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളിൽ ശക്തി വർദ്ധിച്ച് 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 നിങ്ങൾ തന്നെ ഒരു പവർ ഹൗസ് പോലെ, ഒരു ജനറേറ്റർ പോലെ മാറാൻ തുടങ്ങും. നിങ്ങളിൽ നിന്ന് ശക്തി മറ്റുള്ളവർ പ്രാപിക്കാൻ തുടങ്ങും. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റല്ലേ. ഉറങ്ങിയില്ലെങ്കിലും പ്രാർത്ഥിക്കണം. വരാൻ പോകുന്ന ചിലതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, പ്രതിസന്ധികളുടെ മുകളിലൂടെ പോകാൻ ബലം ലഭിക്കേണ്ടതിന്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പിശാചിനെ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയാൻ നിങ്ങൾ അനുവദിക്കരുത്. കുഞ്ഞുങ്ങളെ തകർത്ത് കളയാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ യോദ്ധാവിനെ പോലെ നിന്ന് പോരാടിയിട്ട് പിശാചിന്റെ എല്ലാ ചങ്ങലയും തകർത്തിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുവരണം. കുഞ്ഞുങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? കുടുംബത്തെ നേടണം. ഹല്ലേലൂയ. നിങ്ങൾക്കതിന് പറ്റും. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ അതിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പോരാളികളായിട്ട് എഴുന്നേൽക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പിശാചിന് എന്നെ തകർക്കാൻ പറ്റത്തില്ല, ഞാൻ എഴുന്നേൽക്കും. എന്നാ പറ, പിശാചേ നിനക്കെന്നെ തകർക്കാൻ പറ്റത്തില്ല, ഞാൻ യേശുവിന് വേണ്ടി എഴുന്നേക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ എഴുന്നേക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എഴുന്നേക്കാൻ പോവുകയാണ്. നിന്റെ ആലോചനകളെല്ലാം വ്യർത്ഥമാവാനായിട്ട് പോവുകയാണ്. നിന്റെ ആലോചനകളെല്ലാം ഞാനിപ്പോൾ വ്യർത്ഥമാക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ നീ എന്തുമാത്രം നിരാശ കൊണ്ടിട്ടു, എന്തുമാത്രം ഭാരം കൊണ്ടിട്ടു, എന്തുമാത്രം പ്രശ്നം എൻ്റെ ജീവിതത്തിൽ കൊണ്ടിട്ടു. ഇനി നീ കാണാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ആരാണെന്ന്. ഹല്ലേലൂയ. ഇനി നീ കാണാൻ പോവാണ് ഞാൻ ആരാണെന്ന്. ഹല്ലേലൂയ. നീ കാണാൻ പോവാണ്. ഹല്ലേലൂയ. തയ്യാറാണോ ഇന്ന് അവനെ ചവിട്ടാൻ? എഴുന്നേറ്റ് നിന്നേ. നമ്മളെല്ലാം ഒരു പ്രൊഫറ്റിക് ആക്ട് ഇന്ന് ചെയ്യാനായിട്ട് പോവുകയാണ്. പാമ്പുകളെയും തേളുകളെയും കാലുകൾ കൊണ്ട് നമ്മളൊന്ന് ചവിട്ടിയിട്ട് നമ്മളൊന്നിച്ചൊന്ന് ആരാധിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്.